കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ട് അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ 2 മുതൽ 10-ാം വാക്യം കീഴ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ വ്യക്തമായ ചരിത്രങ്ങൾ അതിനകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ടു. ഹല്ലേലൂയ. അത് 4 നദികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവിടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീകമായ ഒരു നദി നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഹല്ലേലൂയ, അതിനകത്ത് ദൈവത്തിൻ്റെ ആത്മീകമായ നന്മകൾ അതിനകത്ത് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഏതിൽ നിന്ന് ഹല്ലേലൂയ 4 ദിക്കുകളിലേക്ക് പീശോൻ നദി 4 ദിക്കുകളിലേക്ക് ഒഴുകുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന നദി ഒഴുകി ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവിടെയൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഗോമേദം അങ്ങനെ പല അനുഭവങ്ങൾ, നന്മകൾ അതിനകത്ത് ഉണ്ടാകുവാനിടയായി തീരും. ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ഒരു ആത്മീക നദി പുറപ്പെടുമ്പോൾ ആ ആത്മീക നദി നമ്മുടെ ജീവിതത്തിൽ പുറപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹങ്ങൾ പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ദിനങ്ങളിൽ നമ്മുടെ ജീവിത മേഖലകളിൽ എല്ലായിടങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പകരുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ആളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവ പൈതലേ, നീ അറിയാൻ വയ്യാത്ത രീതിയിലുള്ളതായ വഴികളെ എൻ്റെ സ്വർഗീയ പിതാവായ ദൈവം തുറന്നു തന്ന് മാനിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമാണ് ആ കർത്താവ്. ഹല്ലേലൂയ. ആ നദി പുറപ്പെടുമ്പോൾ എവിടെ കടന്നു ചെല്ലുന്നുവോ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനിടയായിത്തീരും. ഈ ദിനങ്ങളിൽ നമ്മുടെ എല്ലാ ജീവിത മേഖലകളിൽ ഏതിൽ നിന്ന് നദി പുറപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു നദി പുറപ്പെടട്ടെ. അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹമായി മാറട്ടെ. എവിടെയാണോ നന്മകൾ കുറവായിരിക്കുന്നത് ആ നന്മകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ദിനങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് വലിയൊരു അനുഗ്രഹം എൻ്റെ കർത്താവ് തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ കർത്താവ് ദൈവം വലിയവനായ ദൈവമാണ്, വിശ്വസ്തനായ ദൈവമാണ്. ആ വിശ്വസ്തനായ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പകരുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് ആ നദി ഏതിൽ നിന്ന് പുറപ്പെടുന്നു. ഹല്ലേലൂയ. ആ നദി ഏതിൽ നിന്ന് പുറപ്പെടുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യെശയ്യാ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിക്കുന്നുണ്ട്. അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്ക് തോടുകൾക്കും പകരമായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഹൂദ ജനത്തിന്റെ ഇടയിൽ അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ട്. യഹോവയായ ദൈവത്തെ മറന്ന് മറുതലിച്ച് അവിടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് വിരുദ്ധമായി നിന്നപ്പോഴും യഹോവയായ ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല. അവരോട് പറയുകയാണ്, ഹല്ലേലൂയ, നദികൾക്കും തോടുകൾക്കും അതിലപ്പുറമായി ദൈവത്തിന്റെ മഹത്വത്തിലുള്ളതായ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒരു വഴി കൊണ്ട് അത് ദൈവത്തിന്റെ വഴിയാണ്, അത് വീതിയുള്ള വഴിയാണ്. ഹല്ലേലൂയ. നദികൾ തോടുകൾക്ക് സമപകരമായി മഹത്വത്തിന്റെ വഴി. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ഭവനത്തിനകത്ത് ഇറങ്ങട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇറങ്ങട്ടെ, ജോലി സ്ഥലങ്ങളിൽ ഇറങ്ങട്ടെ. അവിടെയൊക്കെ ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തി വഴി ആ അത്ഭുതത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. അത് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മഹിമ ആ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പകരുമ്പോൾ അതൊരു വഴിയായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നല്ല വഴികളെ തുറന്ന് സ്വർഗീയ പിതാവായ ദൈവം മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവത്തിന്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഇവിടെ പറയുന്നു, യഹോവ നമുക്ക് വീതിയുള്ള ഹല്ലേലൂയ നദി
നദികൾ തോടുകൾക്ക് പകരമായി തീരും. അപ്പോൾ സകലത്തിനും പകരമായി തീർന്ന സ്വർഗീയ പിതാവായ ദൈവമാണ് നമ്മുടെ കർത്താവായ ദൈവം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22-ന്റെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നദി ഇക്കരെയും അക്കരെയും ജീവാവൃക്ഷമുള്ള അത് 12 വേദം ഫലം കായ്പിച്ച് മാസം തോറും അത് ഫലം കൊടുക്കുന്ന വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തി ഉതകുന്നതാകുന്നു. അപ്പോൾ കർത്താവായ ദൈവം സകല അനുഗ്രഹങ്ങൾ തരുന്ന കർത്താവായ ദൈവമാണ്. അക്കരയും ഇക്കരയുമുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ നദി പകരുമ്പോൾ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ഒരനുഗ്രഹമായി മാറുവാനിടയായി തീരും. അതുകൊണ്ട് അക്കരയും ഇക്കരയുള്ള ആത്മിക ഫലം, ഭൗതിക നന്മകൾ, സൗഖ്യം എന്നുവേണ്ട സകലതും നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. കർത്താവാദയും ഈ തിരുവചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.